ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബുവിന്റെ മരണത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. സാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് നടപടി. സാബുവിന്റെ ഭാര്യ അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സമീപിച്ചിരുന്നു. CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ സമ്മർദ്ദം മൂലമാണ് സാബു ജീവൻ ഒടുക്കിയത് എന്നാണ് പരാതി. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, സംസ്ഥാനത്ത് വലിയ വിവാദമായ സംഭവമാണ് കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യ. അതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറാനുള്ള തീരുമാനം എപ്പോഴാണ് പുറത്തു വന്നത്? മാധു, ഈ സാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഒന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായ നീതി കുടുംബത്തിന് ലഭിച്ചില്ല എന്നാണ് ഇപ്പോഴും എടുത്തു പറയേണ്ട കാര്യം. 2024 ഡിസംബർ 20-നായിരുന്നു കട്ടപ്പനയിലെ ഈ സാബു ആത്മഹത്യ ചെയ്തത്. CPM ഭരിക്കുന്ന ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ചിരുന്നു. പക്ഷേ ഭാര്യയുടെ ഈ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട് 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെങ്കിലും ഈ ബാങ്കിലെ അധികൃതർ നൽകാൻ തയ്യാറായിരുന്നില്ല. പിന്നാലെ ഈ പണം ആവശ്യപ്പെട്ടു എന്ന് അതിന്റെ പേരിൽ CPM നേതാവായിട്ടുള്ള VR സജി ഫോണിൽ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ഭീഷണിയാണ് മരണത്തിലേക്ക് എത്തിച്ചതെന്ന് കുടുംബം അന്ന് തന്നെ ആരോപിക്കുകയും ചെയ്തതാണ്. പക്ഷേ അന്ന് CPMന്റെ ഭരണമായിരുന്നു, LDFന്റെ ഭരണമായിരുന്നു. പക്ഷേ ലോക്കൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടായില്ല. പിന്നീട് സർക്കാർ മാറിയതോടെയാണ് ഈ സാബുവിന്റെ കുടുംബം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സമീപിക്കുകയും ഇതിൽ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു പരാതി നൽകിയത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ലോക്കൽ പോലീസിൽ നിന്നും ഏറ്റുവാങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും CPM നേതാക്കളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നത്. അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം എന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. അതിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. മാധു, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം.